ഇന്ന് പല സ്ഥാപനങ്ങളും പല രീതിയിലുള്ള ഓഫറുകൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. 1+1 ഓഫർ, കോംബോ ഓഫർ, അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകൾ. ഈ ഓഫറുകൾ സ്റ്റോറുകളുടെ ലാഭം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കൃത്യമായി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാത്ത ഓഫറുകൾ സ്റ്റോറുകളുടെ ലാഭം കുറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് കാരണങ്ങളാണ് ഇതിന്. ഒന്ന്, മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയുന്നു. ഓരോ ഐറ്റത്തിന് നമ്മൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫറുകൾ സെറ്റ് ചെയ്യുക വഴി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാർജിൻ കുറവ് സംഭവിക്കുകയും അതുമൂലം നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. രണ്ട്, മാർക്കറ്റിംഗ് എക്സ്പെൻസുകൾ. നമ്മൾ ഓഫറുകൾ സെറ്റ് ചെയ്യുക മാത്രമല്ല, ഇത് നമ്മുടെ കസ്റ്റമേഴ്സിൽ എത്തിക്കാനായിട്ട് പല രീതിയിലുള്ള ക്യാമ്പയിൻസും ചെയ്യുന്നുണ്ട്. ഈ എക്സ്പെൻസുകൾ നമ്മുടെ ലാഭം കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ റീറ്റെയിൽ സ്റ്റോറും ഓഫറുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഐറ്റത്തിൻ്റെ മന്ത്ലി ആവറേജ് സെയിൽ എത്രയാണ്, ആ ഐറ്റത്തിൽ നിന്ന് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്, ഈ ഐറ്റത്തിന് നമ്മൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ കൊടുക്കുക വഴി ഇത് കൂടുതൽ സെയിലാവുകയും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ലഭിക്കുക എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ട്, ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യുക വഴി നമ്മുടെ സ്ഥാപനത്തിലെ സ്ലോ മൂവിങ് ഐറ്റംസും കൂടുതൽ മൂവ് ആവുകയും നമ്മുടെ സ്റ്റോറിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് കൂടുതൽ വർദ്ധിക്കുക എന്നുള്ളതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഓരോ സ്റ്റോറും ഓഫറുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെയിൽസ് വർദ്ധിക്കുക എന്നുള്ളതല്ല, പ്രോഫിറ്റ് കൂടുക എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്ന് നാം പറയാറ്.